ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആനന്ദ് പറഞ്ഞ പ്രകാരം തന്നെ അഖിലും സ്നേഹയും മധു ആൻറ്റിയും വസന്തനങ്ങളും ഒക്കെ വീട്ടിലേക്ക് വരാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ചുറ്റിലും ഇരുന്ന് വളഞ്ഞ് സംസാരിക്കുകയാണ്. അങ്ങനെ റാണി ആനന്ദിനോട് പറയാണ്, ഞാൻ പറഞ്ഞ വാക്കുകൾ കൊണ്ടാണ് മധു ആൻറ്റിയുടെ മനസ്സിലേക്ക് മുറിവേറ്റത് കൊണ്ടാണ് മധു ആൻറ്റി ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഞാനും കൂടി കാരണമാണ് മധു ആൻറ്റി ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ കാരണം എന്നങ്ങ് പറയുമ്പോൾ മധു ആൻറ്റി ദേഷ്യത്തോടു കൂടി തന്നെ പറയണം, അതെ, നീ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ സ്വർണം മറ്റൊരു സ്ഥലത്ത് നിന്നും മറ്റൊരു റൂമിലേക്ക് മാറുന്ന സമയത്ത് അതിൽ നിന്നും മോതിരം താഴെ വീണു എന്നല്ലേ നീ പറഞ്ഞത്? അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത്? വസന്തനങ്ങൾ മാറ്റി എന്നാണോ? അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. പക്ഷേ ഞാൻ പറഞ്ഞ വാക്കുകൾ മധു ആൻറ്റിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്ക് കൂടി കുറ്റബോധമുണ്ട്. അതുകൊണ്ട് എനിക്ക് മധു ആൻറ്റിയോട് ക്ഷമ പറയണം എന്നങ്ങ് പറയട്ടോ. അങ്ങനെ റാണി അവിടെ ഒരു നല്ല പിള്ള അങ്ങ് ചമയാൻ നോക്കുകയാണ്. അപ്പോൾ മാധുരി പറയണ, അത് പൂജ മോള് പറഞ്ഞത് ശരിയാണ്. അങ്ങനെ മധുവിന് വല്ല വിഷമവും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയുന്നതിൽ തെറ്റില്ല. പിന്നെ മധുവിനോട് മോശമായിട്ട് ഞാനും കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടി മധുവിനോട് അങ്ങ് ക്ഷമ ചോദിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സോറി മധു ആൻറ്റി എന്നങ്ങ് പൂജ പറയാൻ കേട്ടോ. അപ്പോൾ മധുവിനോട് മാധുരിയും പറയാണ്, എന്നോട് അങ്ങ് ക്ഷമിച്ചേക്ക് മധു എന്ന് പറയും. മതി മാധുരി ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് മധു ആൻറ്റി അവിടെ അങ്ങ് നിർത്താൻ നോക്കാൻ കേട്ടോ. അപ്പോൾ അഖിലും സ്നേഹയും കൂടിയിട്ട് അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ അഖിലിനോടും ഞങ്ങൾ മോശമായിട്ട് തന്നെയാണ് സംസാരിച്ചത്. അതുകൊണ്ട് അഖിലിനും ഈ വീട് വിട്ടു പോവേണ്ടി വന്നത് ഞങ്ങൾ കൂടി ഇതിലൊരു കാരണക്കാരാണ് എന്നുള്ള ഇതിൽ വീണ്ടും അവിടെ റാണി അങ്ങ് പറയാണ്. അങ്ങനെ റാണി അങ്ങനെ പറഞ്ഞതോടുകൂടി മാധുരി പറയാണ്, എങ്കിൽ പൂജ മോളെ നീ സ്നേഹയോടുകൂടി ഒന്ന് മാപ്പ് പറഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ സ്നേഹയും തിരിച്ചങ്ങ്, എന്നാൽ ഞാനും എൻ്റെ പൂജേച്ചിയോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പണ്ട് സ്നേഹയും റാണിയോടങ്ങ് സോറി പറയാൻ കേട്ടോ. അപ്പോൾ ദേഷ്യത്തോടു കൂടി മനസ്സിലൊരു ഉള്ളിലൊരു പക വെച്ചിട്ടാണ് റാണി സ്നേഹയോട് സോറിയൊക്കെ പറയുന്നത്. അപ്പോൾ റാണിയുടെ മനസ്സിലുണ്ട്, മാധുരി കാരണമാണ് എനിക്ക് സ്നേഹയോട് സോറി പറയേണ്ടി വന്നത്. അതിനുള്ള ശിക്ഷ മാധുരിക്ക് ഉടനെ തന്നെ കിട്ടും. എന്നോട് അവളുടെ കാല് പിടിക്കാൻ പറഞ്ഞ രീതിയിലല്ലേ മാപ്പ് പറയാൻ പറഞ്ഞത്? അത് എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്കുള്ള പണി വഴിയെ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ റാണി മാധുരിയെക്കുറിച്ച് അങ്ങ് കണക്ക് കൂട്ടി വെക്കാൻ കേട്ടോ. അങ്ങനെ സ്നേഹത്തോടു കൂടി തന്നെയാണ് പറയുന്നത്, ആരോട് ക്ഷമിച്ചില്ലെങ്കിലും എൻ്റെ പൂജേച്ചിയോട് എനിക്ക് ക്ഷമ പറയാതിരിക്കാൻ പറ്റില്ല, എനിക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടു കൂടിയാണ് റാണിയോട് പെരുമാറുന്നതൊക്കെ. പക്ഷേ റാണിയാണെങ്കിൽ ഉള്ളിലൊരു പക വെച്ചുകൊണ്ട് തന്നെയാണ് സ്നേഹയോട് പെരുമാറുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടി കിച്ചണിലേക്ക് പോവാണ്. മാധുരിയും റാണിയും കൂടി പോകുന്ന സമയത്ത് സ്നേഹ പറയുന്നുണ്ട്, അപ്പോൾ ഞാനും കൂടി വേണ്ടേ എന്നങ്ങ് പറഞ്ഞിട്ട് സ്നേഹയും കൂടി കിച്ചണിലേക്ക് പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് പിരിഞ്ഞു പോവാണ്. പിന്നീട് അഞ്ജനയുടെ വീട്ടിൽ പൂജയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് കണ്ടെത്തണം, അതിന് സീതമ്മയെ പോയി കാണണം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ അഞ്ജന പറയുന്നുണ്ട്, നീ ഇപ്പോൾ പോയി കഴിഞ്ഞാലും അതിനുള്ള ഉത്തരം നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് സീതമ്മയിൽ നിന്നും എനിക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടാതിരിക്കില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. അങ്ങനെ പൂജ സീതമ്മയുടെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലാണ്. ഈ സമയത്ത് അഭിജിത്ത് ആണെങ്കിലോ ഈ കാര്യമൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ട് വരികയാണ് കേട്ടോ. ശരിക്കും ഈ വീട്ടിലുള്ള റാണി ഗർഭിണിയാണോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ പൂജ ഗർഭിണിയാണെന്നുള്ള കാര്യം അഭിജിത്ത് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അഭിജിത്ത് നേരെ ദേഷ്യത്തോട് കൂടിയിട്ട് അകത്തേക്ക് അങ്ങ് കയറി പോവാൻ കേട്ടോ. അങ്ങനെ അരവിന്ദ് കൂടി വരുന്നുണ്ട്. അങ്ങനെ അരവിന്ദും അഭിജിത്തും കൂടി അഞ്ജനയോട് ചൂടായിട്ട് സംസാരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇവിടേക്ക് വളർത്താൻ വേണ്ടി കൊണ്ടുവന്ന നിങ്ങളുടെ പഴയ കാമുകനിൽ ഉണ്ടായ ആ മകൾക്ക് ഇപ്പോൾ വിശേഷമുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ സത്യം തന്നെയാണല്ലേ? നിങ്ങൾക്ക് എന്ത് അർഹതയുണ്ട് അവളെ ഈ വീട്ടിൽ നിർത്താനുള്ള അധികാരം എന്താണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ട് തന്നെ അഞ്ജനയോട് അഭിജിത്ത് സംസാരിക്കുമ്പോൾ അഞ്ജനയുടെ സ്വഭാവം അങ്ങ് മാറാൻ കേട്ടോ. നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് ഈ വീട്ടിൽ താമസിക്കാൻ? ഇത് എൻ്റെ അച്ഛൻ എനിക്ക് പണി ചെയ്തു തന്ന വീടും സ്ഥലവുമാണ്. ഇവിടെ ആരൊക്കെ താമസിക്കണം ആരൊക്കെ താമസിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് ഞാനൊരു കംപ്ലൈൻറ്റ് പോലീസിൽ പോയി കൊടുത്താൽ മതി. ഒരു പരാതി കൊടുത്താൽ അതോടുകൂടി നിങ്ങളുടെ ഈ ചീട്ടങ്ങ് കീറിക്കളയും. നിങ്ങൾ അച്ഛനും മക്കളും കൂടി എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, എന്നെ ഉപദ്രവിക്കുകയാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. അതോടുകൂടി നിങ്ങളുടെ ഈ ഒരു തുള്ളലൊക്കെ നിൽക്കും എന്നൊക്കെ പറഞ്ഞ് അഞ്ജന അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ദേഷ്യത്തിൽ അങ്ങ്
അങ്ങ് സംസാരിക്കാൻ കേട്ടോ. അത് കേട്ടപ്പോൾ അഭിജിത്തും അരവിന്ദനും ഒന്നങ്ങ് ഷോക്കാവാണ്. ഇനി എങ്ങാനും അഞ്ജന പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് കളയുമോ എന്നുള്ള ആ ഒരു പേടിയിൽ ഒന്നും മിണ്ടാതെ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അഞ്ജന അഭിജിത്തിനോട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് ഇനി ഇവിടുത്തെ റാണിമോളാണ്. കാരണം എൻ്റെ അച്ഛൻ റാണിയുടെ പേരിലാണ് എല്ലാ സ്വത്തുക്കളും എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ളവർ മാത്രമാണ് ഇനി ഈ വീട്ടിൽ താമസിക്കുകയുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും പെരുമാറണം, അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഭിജിത്ത് അവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം അഭിജിത്തിന് അഞ്ജന പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ അരവിന്ദ് വന്ന് സമാധാനിപ്പിക്കുകയാണ്. അരവിന്ദ് വന്നിട്ട് പറയാണ്, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടൊന്നും ഇനി ഒരു കാര്യവുമില്ല. നിൻ്റെ അമ്മ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ പോലും ഉണ്ടാവില്ല, പിന്നെ ഒരു ചില്ലിക്കാശിൻ്റെ സ്വത്ത് പോലും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് നയത്തിലങ്ങ് നിന്നിട്ട് കാര്യങ്ങൾ സാധിക്കാം. അതിന് നീ ആദ്യം ചെയ്യേണ്ടത് സമ്മതപത്രം എന്നുള്ള രൂപത്തിൽ ഒരു മുദ്ര പേപ്പർ ശരിയാക്കണം. ആ മുദ്ര പേപ്പറിൽ അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒപ്പിടിയിപ്പിക്കണം, ആ റാണിയെ കൊണ്ട്, അല്ലെങ്കിൽ വിരലടയാളമെങ്കിലും പതിപ്പിക്കണം. അതിനുള്ള കണ്ടെത്തേണ്ടത് എന്നൊക്കെ അരവിന്ദൻ അഭിജിത്തിനെ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അഭിജിത്ത് മനസ്സിലാക്കുകയാണ്, അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്, ഇനിയിപ്പോൾ അതേണ് ഒരു മാർഗമുള്ളൂ എന്നൊക്കെ ഞാൻ തീരുമാനിച്ച ശേഷം അഭിജിത്ത് അവിടെ നിന്ന് അങ്ങ് പോവാണ്. ഈ സമയത്ത് സീതമ്മയുടെ വീട്ടിലേക്ക് പൂജ എത്താണ് കേട്ടോ. എന്നിട്ട് പൂജയെ കാണുമ്പോൾ സീതമ്മ അങ്ങ് ചോദിക്കുന്നുണ്ട്, നീ അന്ന് പോയതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്, നീ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യം തന്നെയാണോ, നിനക്ക് ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞത് സത്യമാണോ, അതോ നീ അഭിനയിക്കുകയാണോ, എനിക്ക് നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ പൂജ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് സീതമ്മയോട് ചോദിക്കുകയാണ്, ഞാനിപ്പോൾ വന്നത് അതിന് വേണ്ടിയിട്ടല്ല, എൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ്. എൻ്റെ ഓർമ്മയിൽ ഞാനിങ്ങനെ വഴക്കാളിയാണോ എന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. സീതമ്മ റാണിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യവും എനിക്കത്ര ഓർമ്മയും കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ ഒരു കാര്യം കൂടി ചോദിച്ചറിയാനാണ് ഞാൻ വന്നത് എന്ന് പറയട്ടോ. അപ്പോൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ പറയാതിരുന്നിട്ടും കാര്യമില്ല, എൻ്റേതായ കാര്യങ്ങൾ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ, എന്താടി നീ പറഞ്ഞു വരുന്നത്, നിനക്ക് വല്ല വിശേഷവും ഉണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഉണ്ട് എന്നുള്ള ഭാവത്തിൽ തല താഴ്ത്തി നിൽക്കുമ്പോൾ, എടി മഹാപാപി, നീ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, നിന്നെ ഞാൻ എനിക്ക് 10 വയസ്സാവുന്ന സമയത്താണ് നിന്നെ എനിക്ക് കയ്യിൽ കിട്ടിയത്, പക്ഷേ നീ അത്തരക്കാരിയൊന്നുമല്ല. ഓരോരുത്തരും ഓരോന്ന് എന്നോട് പറയുന്ന സമയത്തും ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞത് നീ അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയല്ല എന്നുള്ളതാണ്. നീ എല്ലാവരോടും വഴക്കിടാറൊക്കെ ഉണ്ട്, നീ ഒരു തൻ്റേടിയായ പെൺകുട്ടിയാണ്, പക്ഷേ ഈ സ്വഭാവമൊന്നും നിനക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നീ അന്ന് ആ കമ്മീഷണറുടെ കൂടെ പോയത് ഇങ്ങനെ വല്ല നാടകവും നടത്താൻ വേണ്ടിയിട്ടാണോ, നിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടാൻ കേട്ടോ. അപ്പോൾ പൂജ അങ്ങ് കരഞ്ഞോട്ട് തന്നെ പറയാണ്, എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് സീതമ്മ, എനിക്ക് ആരോടെങ്കിലും വല്ല അടുപ്പവും ഉണ്ടായിരുന്നോ അതൊക്കെ ചോദിച്ചറിയാനാണ് സീതമ്മ ഞാൻ വന്നത് എന്നൊക്കെ പറയുമ്പോൾ, അതെങ്ങനെ എനിക്കറിയാം, നിനക്ക് ആരോടൊക്കെ ബന്ധമുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ല, നിൻ്റെ കൂടെ 24 മണിക്കൂറും ഉണ്ടായിരുന്നത് ആ ശ്രീകുട്ടനല്ലേ, അവനോട് നീ പോയി ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താവും ശ്രീകുട്ടൻ ഒരു ഓട്ടോ ഓടിച്ച് അങ്ങ് വരികയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ സന്തോഷത്തോടു കൂടി ശ്രീകുട്ടൻ അങ്ങ് കയറി വരികയാണ്. അപ്പോൾ റാണിയെ കാണുമ്പോൾ ശ്രീകുട്ടന് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. നീ അന്ന് വന്നിരുന്നു എന്ന് സീതമ്മ എന്നോട് പറഞ്ഞു, പക്ഷേ നീ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു എന്നും സീതമ്മ പറഞ്ഞു, നിനക്കെന്താ ഒന്നും ഓർമ്മയില്ലേ, ഞങ്ങൾക്കറിയാവുന്ന റാണി ഇങ്ങനെ ഒരു അപേക്ഷയുമായി വരുന്ന ഒരാളല്ല എന്നൊക്കെ പറയട്ടോ ശ്രീകുട്ടൻ. അങ്ങനെ ശ്രീകുട്ടൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് സീതമ്മ അകത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. അങ്ങനെ ശ്രീകുട്ടൻ പൂജയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല നീ എന്താ ഉദ്ദേശിക്കുന്നത്, നിനക്ക് ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല എന്നാണോ? അതേ എന്ന് പറയുമ്പോൾ, എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് നിനക്കെങ്കിലും അറിയുമോ എന്ന് പൂജ ശ്രീകുട്ടനോട് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ശ്രീകുട്ടൻ തന്നെ ആകങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ നീ അത്രക്കാരിയല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, റാണി അങ്ങനെ ഒരു പെണ്ണുകുട്ടിയല്ല, റാണിയെ കീഴ്പ്പെടുത്താൻ ആർക്കും തന്നെ കഴിയില്ല. ഒരു തണ്ടും തടിയുള്ള ഒരാൾ വന്ന് മുന്നിൽ നിന്നാൽ, ഒരാണൊരുത്തം വന്ന് മുന്നിൽ നിന്നാൽ പോലും അവരെയൊക്കെ അടിച്ച് നിലംപരിശമാക്കുന്ന ഒരു പ്രകൃതമാണ് ഞങ്ങളുടെ റാണിക്ക്. ഇങ്ങനെ അപേക്ഷയായിട്ട് വരുന്ന ഒരു സ്വഭാവമുള്ള ആളല്ല. അപ്പോൾ നീ മറ്റാരെങ്കിലും ആണോ? നീ അപ്പോൾ അന്ന് കമ്മീഷണറെ കൂടെ റാണി പോയിട്ടുണ്ടെങ്കിൽ കമ്മീഷണർ എൻ്റെ റാണിയെ എവിടെയെങ്കിലും പൂട്ടിയിട്ടിരിക്കുകയാണോ? എന്നിട്ട് നിന്നെ മുൻനിർത്തിയിട്ടാണോ കമ്മീഷണർ കളിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. റാണിയുടെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇങ്ങനെയൊന്നും പെരുമാറില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രീകുട്ടൻ പൂജയോട് പറയുമ്പോൾ പൂജ തന്നെ ആകെ അത്ഭുതപ്പെട്ടു പോവാണ് കേട്ടോ. റാണിയുടെ ഓരോ
ഭാവവ്യത്യാസങ്ങളും എല്ലാ സ്വഭാവങ്ങളും എല്ലാം തന്നെ വിശദമായിട്ട് തന്നെ ശ്രീകുട്ടൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ശ്രീകുട്ടൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ ആരാണ് എന്ന് ചോദിക്കാനായിട്ട്. ആ ഒരു ചോദ്യം കേട്ടതോടു കൂടി പൂജ പറയണം, ആ ചോദ്യം തന്നെയാണ് എനിക്കും അറിയേണ്ടത്. ഞാൻ ആരാണ്, എൻ്റെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്താണ്, ഒന്നും തന്നെ എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ശ്രീകുട്ടൻ പറയാണ്, അങ്ങനെയെങ്കിൽ നീ നിൻ്റെ ആദ്യം ഈ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നീ ആരാണെന്നുള്ളതും നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നൊക്കെ നീ തന്നെ അങ്ങ് കണ്ടുപിടിച്ചേക്കുക എന്ന് പറഞ്ഞിട്ട് സീതമ്മയും ശ്രീകുട്ടനും കൂടി പൂജയെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കുകയാണ്. പൂജയോട് സീതമ്മ നല്ല ചൂടായിട്ട് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് കേട്ടപ്പോൾ സീതമ്മയുടെ സ്വഭാവമൊക്കെ മാറിയിട്ട് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ പൂജ വിഷമത്തോടു കൂടി വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. ആ സമയത്ത് പൂജയോട് ചോദിച്ചറിയാണ്ട്, മോളെ റാണി, ഇന്ന് നീ സീതമ്മയെ കാണാൻ പോയിട്ട് എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കാണ്ട്. അവർ പറയുന്നത് ഞാൻ അവരുടെ റാണിയല്ല എന്നാണ്. അവർ പറയുന്നത് ഇങ്ങനെ ഒരു റാണി അവർക്ക് പരിചയമില്ല എന്നൊക്കെയാണ്. അത്രയ്ക്കധികം തൻ്റെടിയായ ഒരു പെൺകുട്ടിയായിരുന്നു ഇത്ര റാണി. അപ്പോൾ ഞാൻ അമ്മയുടെ മകളല്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, നീ എൻ്റെ മകൾ തന്നെയാണ്, അത് ഒരിക്കലും അല്ല എന്നുള്ള ആരും പറയില്ല, നീ എൻ്റെ മോള് തന്നെയാണ്, ഞാൻ നിൻ്റെ ഫോട്ടോ കണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കേണ്ടോ. അങ്ങനെയെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യുമോ, എനിക്ക് വേണ്ടിയിട്ടെങ്കിലും ഒരു കാര്യം ചെയ്യുമോ എന്ന് പറയും. എന്താണ് എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ അഞ്ജനയോട് പറയാണ്, കമ്മീഷണറോട് നിങ്ങൾ ചോദിച്ചറിയണം, റാണിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും കമ്മീഷണർക്ക് അറിയാമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് അമ്മ കമ്മീഷണറെ തേടി പോവണം എന്ന് പറയുമ്പോൾ, കമ്മീഷണർ എൻ്റെ ഏട്ടൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ് നിൻ്റെ ഫോട്ടോയും കാര്യമൊക്കെ ഞാൻ കണ്ടത് എന്ന് പറയുമ്പോൾ, എനിക്ക് വേണ്ടിയിട്ടെങ്കിലും നാളെ തന്നെ അമ്മ കമ്മീഷണറെ കാണാൻ വേണ്ടി പോവണം, എന്നിട്ട് എന്നെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്മീഷണറോട് ചോദിച്ചറിയണം, എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പൂജയുടെ നിർബന്ധപ്രകാരം തന്നെ അഞ്ജന കമ്മീഷണറെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്.